ഇന്നത്തെ വീക്കെൻഡ് ഇച്ചിരി കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒക്ടോപ്പസിനെ പിടിക്കാൻ വേണ്ടി പോകാട്ടോ. എൻ്റെ കൂടെ വന്നവരൊന്നും കാണാനില്ല. ഞാൻ ഈ ഫോണിൽ നോക്കി വന്നപ്പോൾ ഇവരൊക്കെ പോയെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിലുള്ള നമുക്ക് ഫ്രീ ഡൈവേഴ്സൊക്കെ കൂടുതൽ വന്നിട്ട് ഡൈവ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇത്. അവിടെ തന്നെ കടലിൻ്റെ നടുക്ക് തന്നെ നമുക്കൊരു പൂള് പോലെ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഫ്രീ ഡൈവേഴ്സ് എപ്പോഴും കൂടുതലായിട്ട് വരും. പിന്നെ നല്ല ഫിഷുള്ള ഏരിയ കേട്ടോ. ഇവിടെ കുറേ സീലുണ്ടല്ലോ, നമ്മുടെ എന്താ എൻ്റെ പേര്, കടൽ നായയാണോ പന്നിയാണോ സീല്, എന്തുവാന്ന് കടൽ നായ തോന്നുന്നുണ്ട് കേട്ടോ. അത് വന്നിട്ട് കുറേ ഒരു ഇങ്ങനെ ഡോൾഫിൻ ചാടുന്നത് പോലെ ഇവിടെ ഈ വെള്ളത്തിൻ്റെ അവിടെ ഇല്ലേ, അവിടെ കുറേ മീനുണ്ട്. അപ്പോൾ അവരെ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ നേരം ഇങ്ങനെ കണ്ടു നിന്നുകൊണ്ടിരിക്കുന്നു. കുറേ കിളികളൊക്കെ ഉണ്ട്, സീകളാണ് തോന്നുന്നുണ്ട്. അപ്പം മീനിൻ്റെ ചാകര ഇങ്ങോട്ടേക്കാണ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഭയങ്കര പിന്നെ അങ്ങോട്ട് അവിടെ ഇറങ്ങാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സീകളുള്ള കാരണം കൊണ്ട് നല്ല അറ്റാക്ക് ചെയ്യും ചില സമയത്ത്. ചിലതല്ല പാവങ്ങളാട്ടോ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ. അപ്പം നമ്മളിങ്ങനെ പോയിട്ട് അവിടെ മൊത്തം മറ്റേ ഒരു സംഭവമുണ്ട്, ആ ഒരു ചെടി ഭയങ്കര രസം. സൗത്ത് ആഫ്രിക്കയിൽ ഭയങ്കര അതൊരു മെഡിസിനൊക്കെ കൂടിയിട്ടാണ് ടൈപ്പ് ചെയ്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫോണിൻ്റെ ഒരു പൗച്ച് മേടിച്ചിട്ട് അതിലാട്ടോ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോപ്രോയോ ഒന്നുമല്ല, ഞാൻ എൻ്റെ ഫോൺ തന്നെ എന്തോ ധൈര്യത്തിൽ പിടിച്ച് മുക്കിയത്. അത് ഐഫോൺ എന്നല്ല, നോർമൽ ഫോൺ. അത് കഴിഞ്ഞിട്ട് ഒരു ഒക്ടോപ്പസിനെ കിട്ടി. എനിക്ക് ഒക്ടോപ്പസിനെ ഇങ്ങനെ കയ്യിലെടുക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല, കാരണം അതിങ്ങനെ അള്ളിപ്പിടിക്കും. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടം. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഇത് അതിൻ്റെ അടുത്ത് പോകാനോ അതിനെ കാണാം അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. ഇതൊന്നും ക്യാച്ച് ചെയ്യാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അത് കയറി വരിയും പിന്നെ അത് റിലീസാക്കാനുള്ളത് അങ്ങനെ കുറേ. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 2-3 കിലോ വെയിറ്റുള്ള ഒരു ഒക്ടോപ്പസിനെ കിട്ടിയത്. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. നമ്മളതിങ്ങനെ കുറേ നോക്കിക്കൊണ്ട് നിന്ന് പിന്നെ അതിനെ ഇനി പൊട്ടിച്ച് കവറിലാക്കണം. അപ്പോൾ ആ പരിപാടിയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ല രസമില്ല, നല്ല വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ പ്രകടനങ്ങളൊക്കെ തുടങ്ങി. നല്ല രസം, നല്ല വിസിബിലിറ്റിയും ഒരുപാട് എന്താ പറയുക, എന്താ അതിൻ്റെ പേര്, സിയോച്ചിൻ, മലയാളം പേര് എനിക്കറിയില്ല. അത് കണ്ടോ, ആ ഒരു ഇതിൻ്റെ ഒക്ടോപ്പസിൻ്റെ വലിപ്പം നോക്കൂ. എൻ്റെ മുടി അതിൻ്റെ ഇടയിൽ കണ്ണും കാണുന്നില്ല, ഉപ്പുവെള്ളം അതിൻ്റെ ഇടയിൽ കൂടെ മുടി. ഇതാണ് ഞാൻ എപ്പോഴും മുടി വെട്ടി കളയുന്നത്. എനിക്ക് വിഷം കംപ്ലീറ്റ് ആയിട്ട് കാണണം. അതിൻ്റെ ഇടയിൽ എനിക്ക് ദേഷ്യം വരും. ഒരു കയ്യിൽ എന്നാൽ മുടിയൊക്കെ ഒന്ന് മാറ്റാമെന്ന് എല്ലാവരും ചിന്തിക്കും, പക്ഷെ ഒരു കയ്യിൽ സ്നോർക്കിളും മാസ്കുമാണ്. ഇത് നോക്കൂ. അത് കഴിഞ്ഞിട്ട് ഇതാട്ടോ ഞാൻ പറഞ്ഞില്ലേ, സിയേർച്ച്. ഇത് എത്രത്തോളം ക്ലിയറാണെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ നോർമൽ ഫോണിൽ ഞാൻ അങ്ങനെ ഒരു ധൈര്യം കാണിച്ച് അങ്ങ് പോയി എടുത്തതാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് നോക്കൂ, എന്തോരം സിയേർച്ചിന്, അതും കളർഫുൾ. ഞാൻ വേറെ സ്ഥലത്തൊക്കെ ഡൈവ് ചെയ്യുമ്പോൾ എപ്പോഴും അവിടെയൊക്കെ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറായിരിക്കും. ഈ കളർ എന്താ, പിങ്കാണോ എനിക്കറിയാൻ പാടില്ല. എന്ത് ഭംഗിയെന്നാ പറയട്ടെ, എന്ത് രസത്തിലായിരുന്നു എന്നറിയാമോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെയുള്ള ചെറിയ എന്താ അതിൻ്റെ പേര്, ഇതിൻ്റെ പേരെന്താ, കക്ക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ അവിടുത്തെ ആ ഒരു റോക്കൊക്കെ ഒരു ഓറഞ്ച് ഷെയ്ഡും, അത് കോറലല്ല ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അതൊരു കളറായിരുന്നേ, സ്പാച്ചസ് ഒന്നുമല്ല. അങ്ങനെ അതൊക്കെ കണ്ട് നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ കളർഫുള്ളായിട്ട് ഇങ്ങനെ മുത്തൊക്കെ ഇങ്ങനെ ഇട്ടൂല നമ്മൾ കുറേ, അല്ലെങ്കിൽ ആ ഒരു വെള്ളം കുടിച്ചങ്ങനെ വീർക്കുന്ന ഒരു ഇതിലേൻ്റെ പേര് ഞാൻ മറന്നുപോയി. കുറച്ചൊരു നല്ല രസമുള്ള പേരായിരുന്നു. ഒരിക്കൽ ഞാൻ കേട്ടപ്പോൾ ഇനി ഭാവിയിൽ എങ്ങനെ കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് പേരിടണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഞാൻ മറന്നുപോയി, അതിൻ്റെ പേര് മറന്നുപോയി, പോട്ടെ. അപ്പോൾ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ നിന്ന് കയറുകയുണ്ടായിരുന്നില്ല, ഞാൻ അതന്നെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അതാണെങ്കിലും തിരമാല വന്ന് നമ്മൾ അടിച്ചടിച്ചടിച്ച് അപ്പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെറിയുന്ന പോലെയായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ കുറേ നേരം കണ്ടുകൊണ്ട് നിന്ന്, കല്ലിൻ്റെ മേലെ പോയി ഇടിച്ച് കയ്യും കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇതൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഒരു രസമായതുകൊണ്ട് ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ എൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ മാസ്ക് ഞാൻ 2 പേരെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 3-4 പേര് പോയിട്ടുണ്ടായിരുന്നു.
പക്ഷെ അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ കഴിഞ്ഞ് ഞാൻ അടുത്ത ആൾക്ക് മാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.